അസ്സാം വലൈക്കും. എല്ലാവർക്കും സിംപ്ലി കേളിയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരുപാട് നമുക്ക് റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു മെലാസ്മ പിഗ്മെന്റേഷൻ ഈ രണ്ടിനുള്ള ഒരു അടിപൊളി റെമഡി കാണിക്കും, ഒരു ഹോം റെമഡി കാണിക്കുന്ന മെലാസ്മയും പിഗ്മെന്റേഷൻ്റെ നോർമൽ പിഗ്മെന്റേഷൻ അല്ല, ഹൈപ്പർ പിഗ്മെന്റേഷൻ്റെ കാര്യം പറയാം. നമ്മുടെ എല്ലാ പ്രോഡക്ട്സും നമുക്കത് അത്ര കണ്ട് റിസൾട്ട് കിട്ടില്ല. ഈ ഒരു ഹൈപ്പർ പിഗ്മെന്റേഷനും മെലാസ്മയ്ക്കും അതിൻ്റെതായ കൂട്ടി ചേർത്താൽ മാത്രമേ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ടൊരു റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഇൻസ്റ്റന്റ് ആയിട്ട് റിസൾട്ട് കിട്ടിയ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഫേസ് ക്രീം അല്ലെങ്കിൽ ഒരു ഫേസ് പാക്ക് ആണ് ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത്. അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഞാൻ പറയാം, സവാളയാണ്. ഇപ്പോൾ കാണുന്ന എല്ലാവരും വിചാരിക്കും സവാളയും കൂടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ സവാള വെച്ച് എന്ത് ക്രീം, എരിയില്ലേ, ഇറിറ്റേഷൻ വരില്ലേ, സവാളയുടെ സ്മെല്ല് വരില്ല, അങ്ങനെ ഒന്നുമില്ല. സവാളയുടെ ഒരു കുത്തലോ സ്മെല്ലോ ഒന്നും വരാതെ നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു ക്രീം ചെയ്തെടുക്കാൻ പറ്റും. സവാള എന്ന് വെച്ചാൽ അധികം ഫേസിൽ ആരും അങ്ങനെ ഉപയോഗിക്കാറില്ല, പക്ഷേ ഒരു ഇൻസ്റ്റന്റ് ആയിട്ട് റിസൾട്ട് ചെയ്യുന്ന ഒരു ബ്ലീച്ചിങ് പ്രോപ്പർട്ടി ഉണ്ട് സവാളയ്ക്ക്. അതുപോലെ ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള ഒരു അടിപൊളി ഐറ്റമാണ് സവാള എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് വെച്ചിട്ട് എങ്ങനെയാണ് നമുക്കൊരു ഫേസ് ക്രീം ചെയ്തെടുക്കാൻ നോക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ ഇതുപോലൊരു സബ്സ്ക്രിപ്ഷൻ ബട്ടൺ കാണാം, അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ വരും, അതും പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. ഇനി നമുക്ക് വീഡിയോയിലൂടെ പോവാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഹൈപ്പർ പിഗ്മെൻറ്റേഷനും മെലാസ്മയും രണ്ടും ഒന്നല്ല എന്നുള്ള കാര്യമാണ്. കാരണം ഇതിനു മുന്നേ ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഉള്ള സംശയമാണ് ഹൈപ്പർ പിഗ്മെൻറ്റേഷനും മെലാസ്മയും ഒന്നാണോ എന്നുള്ളത്. അത് ഒന്നല്ല, രണ്ടാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു നമ്മൾ ഹോം മെയ്ഡ് ക്രീം യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്കിന്നിൻ്റെ ഷെയ്ഡും ലൈറ്ററായി ബ്രൈറ്റായി വരും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ നാടൻ സവാള തന്നെയാണ്. ഞാൻ ഉള്ളിയാണ് കേട്ടോ. അപ്പോൾ ഉള്ളി എന്ന് പറയാത്തതെന്ന് പറഞ്ഞാൽ ഉള്ളി എന്ന് പറയുമ്പോൾ ചെറിയ ഉള്ളിയുണ്ട്, വലിയ ഉള്ളിയുണ്ട്. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. നമ്മൾ മെയിനായിട്ട് കറി വെക്കാനൊക്കെ ഉപയോഗിക്കുന്ന സവാള തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് ഫ്രഷ് ആയിട്ട് അരച്ചെടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഗ്രേറ്റ് ചെയ്ത് പിഴിഞ്ഞെടുക്കാം, അല്ല ഞാനിവിടെ അരച്ചാണ് കേട്ടോ എടുത്തത്. അപ്പോൾ ഈ ഒരു സമയം നല്ല വൃത്തിയുള്ള ഒരു പാൻ എടുക്കുക. ഞാൻ ഈ ഒരു പാൻ ഇങ്ങനെയുള്ള പാക്ക് ചെയ്യാൻ വേണ്ടി എടുത്ത് വെച്ചേക്കുന്നത്. ഈ സമയം ഒന്ന് ഫ്ലെയിം ഓൺ ചെയ്യരുത്. ഇതിലോട്ടൊരു 3/4 ടേബിൾ സ്പൂൺ പൊട്ടറ്റോ സ്റ്റാർച്ച് നമുക്ക് പൗഡർ വാങ്ങാൻ കിട്ടും, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 3/4 ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കട്ട പിടിക്കും. അതുപോലെ ആ ഉള്ളിയുടെ ആ ഒരു ഗുണങ്ങൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കിട്ടില്ല. പിന്നെ പൊട്ടറ്റോ സ്റ്റാർച്ച് വീട്ടിലില്ല എന്നുണ്ടെങ്കിൽ അതും വിഷമിക്കേണ്ട. ഒരു ഉരുളക്കിഴങ്ങ് എടുക്കുക, നല്ലതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുക, പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം എടുക്കുക. വെള്ളവും അതിൻ്റെ സ്റ്റാർച്ചും കൂടെ മിക്സ് ചെയ്ത് ഇതിലോട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഒരു 6 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുക, ഈ ഒരു സ്റ്റാർച്ച് പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ. ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഇതുപോലെ ഒന്ന് കുറുക്കിയെടുക്കാം. ഒന്ന് സൈഡൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്കിതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റണം. പിന്നെ ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യുക, പിന്നെ ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യുക. ഇതെന്തിനാണ് ഇങ്ങനെ കറക്റ്റ് ടൈം പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമുക്ക് ഉള്ളിയുടെ സ്മെല്ല് കംപ്ലീറ്റ് ആയിട്ട് കുക്ക് ചെയ്യുമ്പോൾ മാറണം. അതുപോലെ തന്നെ നമുക്ക് ഉള്ളിയുടെ കംപ്ലീറ്റ് ഗുണങ്ങൾ നമുക്ക് സ്കിന്നിൽ കിട്ടുകയും വേണം, നമ്മൾ ഈ ഒരു ക്രീമിൽ കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ലതുപോലെ ഇത് ഇളക്കി നല്ല ക്രീമായിട്ട് കട്ടിയായിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാം. ഈ ഒരു സവാളയുടെ ഗുണം അല്ലെങ്കിൽ ഈ ഒരു ഉള്ളിയുടെ ഗുണം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ഗുണങ്ങളാണ്. അതായത് ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉണ്ട്. നമ്മുടെ സ്കിന്നിന് വരുന്ന സ്കാർസ്, ഈ മുഖക്കുരു വന്നിട്ട് പോയിട്ടുള്ള പോസ്, കുഴിവുകൾ, പിന്നെ പുറത്ത് വെയിലടിച്ചിട്ട് വരുമ്പോൾ പിഗ്മെൻറ്റേഷൻ, മെലാസ്മയുടെ മെലാസ്മ കണ്ടീഷനൊക്കെ നമുക്ക് തുടക്കത്തിൽ നമ്മൾ ട്രീറ്റ് ചെയ്താൽ അത് പെട്ടെന്ന് കുറയും. പക്ഷെ അത് കൂടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇങ്ങനെയുള്ള DIY നിൽക്കത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള തുടക്ക സ്റ്റേജിൽ തന്നെ വീട്ടിലുള്ള ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു റെമഡീസ് ചെയ്ത് നാച്ചുറൽ ആയിട്ടുള്ള കൂട്ടുകൾ ചെയ്ത് അത് മാറ്റാനായിട്ട് ശ്രമിക്കാം. അതാണ് എപ്പോഴും നമ്മുടെ സ്കിന്നിന് നല്ലത്. അപ്പോൾ ഇത് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു സ്റ്റെപ്പ് പോലും നിങ്ങൾ മിസ് ചെയ്യരുത്. കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക, റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടും. ഇത് വീക്കിലി ഒരു 2-3 പ്രാവശ്യം മാത്രം ഉപയോഗിച്ചാൽ മതി, ഡെയിലി പോലും ഇത് ഉപയോഗിക്കേണ്ട. നല്ലതുപോലെ കുറുകി കിട്ടണം, വെന്ത് കുറുകി കിട്ടണം. നമ്മുടെ ഈ മിക്സ് എല്ലാം കൂടെ വെന്ത് കുറുകി കിട്ടണം. ഇനിയും നമുക്കിതിൽ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാനായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മെലാസ്മ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ക്രീം നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പുറത്തോട്ട് പോകുമ്പോൾ മസ്റ്റായിട്ടും SPF 50 ഉള്ള ഒരു സൺസ്ക്രീന് ഫേസിൽ യൂസ് ചെയ്യുക. കൂടുതലായിട്ട് സൺ എക്സ്പോഷർ നമ്മുടെ ഫേസിൽ വരുന്നത് കൊണ്ടാണ് നമുക്ക് മെലാസ്മ വരുന്നത്. അതെപ്പോഴും ശ്രദ്ധിക്കുക. നമ്മൾ ഈ ഒരു ഹോം റെമഡി ചെയ്തു എന്ന് പറഞ്ഞ് കംപ്ലീറ്റ് ക്വയർ അല്ല, നമ്മളൊരു സൺസ്ക്രീന് മസ്റ്റായിട്ട് പുറത്ത് പോകുമ്പോൾ യൂസ് ചെയ്യാം. ഇനി തണുക്കാനായിട്ട് ഞാൻ മാറ്റി വെച്ചു. ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ കട്ടിയായിട്ട്
ഒരു ജെല്ലി ഫോമിൽ നമുക്ക് തണുത്ത് കിട്ടും. അപ്പോൾ ഇതിലോട്ട് നമ്മൾ ഇനി 2 ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കേണ്ടതുണ്ട്. ഇതിൽ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്ന ഗ്ലിസറിൻ ആണ്. വെജിറ്റബിൾ ഗ്ലിസറിൻ തന്നെ ചേർക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അലോവേര, ഫ്രഷ് ആയിട്ടുള്ള അലോവേര ചേർക്കുക. അപ്പം ഞാൻ ചേർക്കുന്നത് വെജിറ്റബിൾ ഗ്ലിസറിൻ ആണ്. അപ്പോൾ ഇത് ഞാൻ ഓൺലൈനാണ് പർച്ചേസ് ചെയ്തത്. നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പ്രോഡക്റ്റ് ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. പിന്നെ കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്രഷ് ആയിട്ട് പിഴിഞ്ഞെടുത്ത തേങ്ങാപ്പാലാണ്. അത് ഏകദേശം ഒരു 2.5-3 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പം ചേർക്കാം. നല്ലതുപോലെ നല്ല സ്പീഡിൽ തന്നെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ക്രീം നമുക്കൊരു 2 ആഴ്ച വരെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. എപ്പോഴും വെള്ളമില്ലാത്ത എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിക്കാം. അപ്പോൾ കുറേ നാൾ കേടാവാതിരിക്കും. സത്യത്തിൽ ഇതൊരു ഒരാഴ്ചത്തേക്ക് വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്ത് വെക്കുക. പിന്നെ അടുത്ത ആഴ്ച വീണ്ടും ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു നാച്ചുറൽ ഹോം റെമഡിയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. നല്ല റിസൾട്ടാണ്. ഈ ഉള്ളി എന്നും പറഞ്ഞ് മാറ്റി നിർത്തേണ്ട, അതിൽ അത്രയും ഗുണങ്ങളുണ്ട്. അടിപൊളി സാധനമാണ് ഈ ഉള്ളി എന്ന് പറയുന്നത്. ഇന്നത്തെ നമ്മുടെ വിന്നർ ആരാന്ന് നോക്കാം. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ 146 കമൻസ് ആണ് നമുക്ക് വന്നിട്ടുള്ളത്. ഒരുപാട് പേര് ആ ഒരു DIY ട്രൈ ചെയ്തിട്ട് റിസൾട്ട് ഉണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തിരുന്നു. അപ്പോൾ നമുക്ക് വിന്നർ ആരാന്ന് നോക്കാം. ഓക്കെ, വിന്നർ അമൃതയാണ്. അപ്പോൾ കൺഗ്രാറ്റുലേഷൻസ് അമൃത. അപ്പോൾ അമൃത ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ മെയിൽ ID കൊടുക്കാം. അതിലോട്ട് കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് ഷെയർ ചെയ്ത് തരാം. അതിലോട്ട് ഞാൻ ക്യാഷ് ഇട്ട് തരാം. അപ്പോൾ വിന്നറിന് കൺഗ്രാറ്റുലേഷൻസ്. ഇതുപോലെ നിങ്ങൾക്കും വിന്നർ ആവണം എന്നുണ്ടെങ്കിൽ വേറെ ഒന്നും ചെയ്യാനില്ല. നമ്മുടെ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം ലൈക്കും കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റാൻഡമായിട്ട് ഒരു വിന്നറിനെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ ഈ ഒരു വീഡിയോയിൽ എത്രയാണോ എനിക്ക് വരുമാനം കിട്ടിയത് അതിലൊരു വിഹിതം ഈ വിന്നറിനും കൂടെ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുമെന്ന് വിചാരിക്കും. അതുപോലെ ഈ ഒരു ഫേസ് ക്രീം മെലാസ്മ ഉള്ളവർക്കും ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉള്ളവരും ട്രൈ ചെയ്യുക. നിങ്ങൾ ഏതെങ്കിലും ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ പിഗ്മെന്റേഷനോ മെലാസ്മയോ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. തികച്ചും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ എന്തായാലും ഇത് യൂസ് ചെയ്തിട്ടുള്ള റിസൾട്ട് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇനി മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. Stay at home, stay healthy. Thanks for watching. See you in another video. Assalamu alaikum.